ഹായ്. ഇന്ന് ഞാൻ നേരെ പോണത് സൺഡേ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൂഴിമണ്ണ് വീണ പോലെ നിലത്ത് വീഴില്ല, അമ്മാതിരി തിരക്ക്. ഞാൻ പോയത് വീട്ടിലോട്ടുള്ള ഒരു ആവശ്യത്തിനും അതേപോലെ ഏട്ടന് ഷർട്ട് എടുക്കാനും. അവിടെ എത്തിയപ്പോഴേക്കും ആദ്യം തന്നെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. അങ്ങനെ കുടിച്ച് നേരെ അവിടുന്ന് ഫസ്റ്റ് വന്ന കാര്യത്തിന് പോയി ഷർട്ട് എടുക്കാൻ. അതൊരു ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ ഞാൻ പോയത്. അവർ ഫസ്റ്റ് പറഞ്ഞത് എന്നോട് ഒരു മിനിമം 100 ഷർട്ടെങ്കിലും എടുക്കണം എന്നാണ്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഒരു 12 ഷർട്ട് വരെ എടുക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് നല്ല വിലക്കുറവിലാണ് കേട്ടോ കിട്ടിയത്. ഒരു നഷ്ടവും നമുക്കുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഷർട്ടുകൾ എടുത്തു. നമുക്ക് കുറേ നേരമൊന്നും അവിടെ നോക്കി നിൽക്കാൻ പറ്റില്ല, കാരണം ഒരു ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട്. അങ്ങനെ അതെടുത്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇഷ്ടമുള്ള ഷർട്ടുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇഷ്ടമുള്ള ഷർട്ടുകളൊക്കെ എടുത്ത് അവിടെ നിന്ന് പേയ്മെൻറ്റും ചെയ്തിട്ട് ഞാനും ഏട്ടനും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റോഡ് സൈഡൊക്കെ ഇഷ്ടംപോലെ വേറെ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. അതായത് 10-നും 20-നും കിട്ടുന്ന ടീഷർട്ടുകൾ, അതൊക്കെ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ അത് നോക്കി വെറുതെ പോയി നോക്കിയതാണ്. അവിടെ നിന്നൊന്നും എടുത്തില്ല. നേരെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ സ്പോട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ടാറ്റു അടിക്കുന്നുണ്ടു. ഇതാരും അറിയാതെ പോലും പോയി ചെയ്യരുത്. അറിയാത്തവർ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ നീഡൽ അവർ ചേഞ്ച് ചെയ്യില്ല. നീഡൽ ചേഞ്ച് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് അസുഖങ്ങൾ പലതും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ പോയി രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോയി. വേറെ ഒന്നുമല്ല, ഏട്ടൻ്റെ വീട്ടിലോട്ട് ഒരു മോട്ടർ മേടിക്കാനായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ മോട്ടർ മേടിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ അവിടെ നിന്ന് മേടിച്ചു. അതും നമുക്ക് നല്ല നാട്ടിലത്തെക്കാട്ടിലും വെച്ച് നല്ല വിലക്കുറവിൽ തന്നെ മോട്ടർ കിട്ടിയിട്ടോ. ഷാർപ്പ് എന്ന കമ്പനിയുടെ അടുത്ത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സർവീസായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. വണ്ടി കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടില്ല. നമ്മുടെ സ്കൂട്ടിയിലാണ് വന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ പോയി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് നോർമൽ ഫുഡല്ല, മന്തി അങ്ങനെ അങ്ങനെയായിരുന്നു. ഈ ഫുഡൊക്കെ ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും കഴിച്ചു തരുന്നില്ല. ഏട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം കേട്ടോ പല ഫുഡുകളും ട്രൈ ചെയ്യണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം വന്നതും ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തത്. അങ്ങനെ അവിടെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പ്രൈസ് മാത്രം എനിക്കൊരു ഇച്ചിരി അധികമായിട്ട് തോന്നിയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ എനിക്ക് ഈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് 2 എടുത്തു. അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു നാട്ടിൽ നിന്ന് ഇവിടെ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മണ്ഡപത്തിൻ്റെ വർക്കിന് വേണ്ടി വന്നു. അങ്ങനെ അവരിനെയൊക്കെ പോയി മീറ്റ് ചെയ്തു. അവരോട് കുറേ നേരം കത്തിയൊക്കെ വെച്ചു, ഏട്ടനും ഞാനും ഒക്കെ ചേർന്നിട്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ അവരായിട്ട് കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവരുടെ കൂടെ പോയിട്ടിരുന്നു. അവിടുന്ന് തന്നെ 4 പേരും ചായയൊക്കെ കുടിച്ചു. അവിടുത്തെ മണ്ഡപം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഡെക്കറേറ്റ് ചെയ്ത് 3 ടൈപ്പ് ഒരേ ആൾക്കൂട്ടർക്ക് 3 ടൈപ്പാണ് അവർ ചെയ്തതെന്നാണ് പറഞ്ഞത്. അത്രയും ഭംഗിയായിരുന്നു. ഇതിൽ കാണുന്നേക്കാട്ടിലും ഭംഗിയായിരുന്നു കേട്ടോ. അത്ര എക്സ്പെൻസ് മുടക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് അവരോട് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പെരുമഴ. വീട്ടിലെത്തുമ്പോഴേക്കും നനഞ്ഞ് കുളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവർ നനഞ്ഞ് കുളിച്ച് പിന്നിയായിട്ടേക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കണേ.